നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിൽ ചേക്കേറാനുള്ള നീക്കത്തിലെന്ന് സൂചനകൾ. UDF-ൽ നിന്നാൽ രക്ഷയില്ലെന്ന തിരിച്ചറിവും ഇനി UDF ഭരണത്തിൽ വരില്ലെന്ന ആശങ്കയും ഏറെക്കാലമായി മുസ്ലിം ലീഗിനുണ്ട്. ലീഗിനെ ചൂണ്ടയിട്ട് വലയിലാക്കിയാൽ എന്നേക്കുമായി കേരളത്തിന്റെ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ലീഗിനെ പ്രലോഭിപ്പിക്കുന്നത്. മലപ്പുറത്തും കോഴിക്കോടും മാത്രമല്ല, വിവിധ ജില്ലകളിലായി 20 അസംബ്ലി സീറ്റുകളുടെ ഉറപ്പും 4 മന്ത്രിസ്ഥാനവും 2 ലോക്സഭാ സീറ്റുകളും 1 രാജ്യസഭാ സീറ്റും കിട്ടിയാൽ മുസ്ലിം ലീഗ് LDF-ൽ എത്താൻ ഒരുക്കമാണെന്നാണ് സൂചനകൾ. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ അടുത്ത കാലങ്ങളിലൊന്നും ഐക്യമുണ്ടാകില്ല. ലീഗിനെ ഏറ്റവും തുണയ്ക്കുകയും ലീഗ് ആദരിക്കുകയും ചെയ്തിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് അകന്നു കഴിഞ്ഞു. രമേശ് ചെന്നിത്തല, K. സുധാകരൻ, VD സതീശൻ എന്നിവരോടൊക്കെ മുസ്ലിം ലീഗിന് തൃപ്തിയില്ല. അധികാരത്തിൽ നിന്ന് 10 വർഷം പുറത്തായതോടെ ലീഗിന്റെ അണികളും അടിത്തറയും വൻതോതിൽ ചോർന്നതായി ലീഗ് നേതൃത്വം കരുതുന്നു. മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഗിന്റെ അപ്രതീക്ഷിതമായ തോൽവി അടിത്തറ ഇളക്കുന്നതായി നേതാക്കൾ ആശങ്കപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിൽ ഏറെക്കുറെ ലീഗ് തീരെ ദുർബലമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് 3 ലോക്സഭാ സീറ്റുകളും 1 രാജ്യസഭാ സീറ്റും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ 4.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനും മിന്നുന്ന വിജയത്തിനും പിന്നിലെ പ്രധാന ശക്തിയായി നിലകൊണ്ടത് മുസ്ലിം ലീഗാണ്. അടുത്തുവരുന്ന മത്സരത്തിൽ ലീഗ് മുന്നണിയിൽ ഇല്ലാതെ വന്നാൽ അത് കോൺഗ്രസിനുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. മാത്രവുമല്ല, എറണാകുളം, ഇടുക്കി തുടങ്ങി ലീഗിന്റെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് തനിയെ ജയിക്കാവുന്ന മണ്ഡലങ്ങൾ വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ 3ാം സീറ്റ് കിട്ടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ്. ഞായറാഴ്ച എറണാകുളത്ത് കോൺഗ്രസുമായി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. 3 സീറ്റുകൾ നൽകാൻ ലീഗ് തയ്യാറാകുന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് തനിച്ച് മത്സരിക്കുമെന്നാണ് പറയുന്നത്. അധിക സീറ്റെന്ന ആവശ്യം ന്യായമാണെന്ന് അംഗീകരിക്കുമ്പോഴും തീരുമാനം നീട്ടിക്കൊണ്ടുപോയതിലുള്ള അതൃപ്തി ലീഗ് നേതാക്കൾ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നു. ഇത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ 5ാം മന്ത്രി വിവാദം പോലുള്ള അനാവശ്യ ചർച്ചകളിലേക്ക് എത്തിക്കരുതെന്ന നിലപാടിലാണ് പാർട്ടി. 3ാം സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും അതാണ് നീതിയും ജനങ്ങളുടെ ആഗ്രഹവുമെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ലോക്സഭയ്ക്ക് പകരം രാജ്യസഭാ സീറ്റ് നൽകി ലീഗിനെ പ്രീതിപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. നിർണായക തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗ് 27-ന് മലപ്പുറത്ത് പാർട്ടി നേതൃയോഗം വിളിച്ചിട്ടുണ്ട്. UDF വിടണോ അതോ തനിച്ച് മത്സരിക്കണോ എന്നതിൽ അന്ന് തീരുമാനമുണ്ടാകും. ലീഗിന് 3 സീറ്റും നൽകണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ വേണുഗോപാലിനും മുരളീധരനുമുണ്ട്. മുസ്ലിം ലീഗ് 3ാം സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിൽ UDF-ന് വിജയിക്കാനായതും 16 കോൺഗ്രസ് MPമാരെ ലോക്സഭയിലേക്ക് അയക്കാനും UDF-ന് കരുത്തായത് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നുവെന്നതാണ് എന്ന് നേതാക്കളും പറയുന്നു. മാണി ഗ്രൂപ്പ് UDF വിട്ട സാഹചര്യത്തിൽ ലീഗിന് മുന്നണിയിൽ പ്രസക്തി ഏറിയിരിക്കുകയാണ്. 3ാം സീറ്റ് ആവശ്യപ്പെടാൻ ഒരുങ്ങുന്ന ലീഗ് ലക്ഷ്യമിടുന്നത് കണ്ണൂർ സീറ്റാണ്. കണ്ണൂരിലെ സാഹചര്യം പഠിക്കാൻ ജില്ലാ കമ്മിറ്റിയോട് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. K. സുധാകരൻ മത്സരിക്കുന്ന മണ്ഡലം വിട്ടുകൊടുക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. മാത്രമല്ല, കണ്ണൂരിലെ കുടിയേറ്റ മേഖലയിലെ നിർണായക ശക്തി കുടിയേറ്റ ക്രൈസ്തവരാണ്. കഴിഞ്ഞ തവണ ലീഗ് 3ാം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ദേശീയ തലത്തിലെ സാഹചര്യം പരിഗണിച്ച് മുന്നണി തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നു. കോൺഗ്രസിന്റെ സിറ്റിംഗ് MPമാരെ മാറ്റി ലീഗിന് സീറ്റ് നൽകുക എന്നത് നേതൃത്വത്തിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കണ്ണൂർ സീറ്റിൽ MP K. സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് ലീഗ് നേതൃത്വം കണ്ണൂർ ലക്ഷ്യമിടുന്നത്.